ഗുഡ് മോർണിംഗ്. പ്രൂഫ് കണ്ടിന്യൂ ചെയ്യാണ്. ടു കണക്റ്റഡ് എന്ന് അസ്യൂം ചെയ്തു. അതുകൊണ്ട് കണക്ടിവിറ്റി >2 ആയിരിക്കുന്നതാണ് മീനിങ്. എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി >1 എന്ന് പറഞ്ഞാൽ കട്ട് വെർട്ടെക്സ് ഇല്ല. കട്ട് വെർട്ടെക്സ് ഇല്ലാത്ത ഗ്രാഫാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളിത് ഏത് രണ്ട് വെർട്ടിസസ് തമ്മിലും ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള പാത്ത് ഉണ്ടാകുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഡിസ്റ്റൻസ് ഉപയോഗിച്ചാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് 1 നിൽക്കുന്നതിന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ഇൻഡക്ഷൻ അസ്യൂം ചെയ്യുകയാണ്. ഡിസ്റ്റൻസ് അറ്റ് k-1 രണ്ട് വെർട്ടിസസ് തമ്മിൽ ഏത് രണ്ട് വെർട്ടിസസ് തമ്മിലും എക്സും വൈ ആണെങ്കിൽ d(xy) ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ d(xy) = k-1 ആണെങ്കിൽ അതിന് റിസൾട്ട് ശരിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വെർട്ടിസസ് തമ്മിൽ ഇൻറ്റേർണൽ ഡിസ്ജോയിൻ്റ് പാത്ത് ഉണ്ടാവുമെന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇനി നമ്മൾ ഡിസ്റ്റൻസ് കെയിലുള്ളതിന് പ്രൂവ് ചെയ്യണം. അതാണല്ലോ ഇൻഡക്ഷൻ. അപ്പോൾ ഡിസ്റ്റൻസ് അറ്റ് രണ്ട് വെർട്ടിസസ് യുവും ബിയും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അറ്റ് കെ ആണെന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് അറ്റ് കെ ഡിസ്റ്റൻസിലുള്ള രണ്ട് വെർട്ടിസസ് നമ്മൾ എടുക്കുകയാണ്. അപ്പം ആ ഡിസ്റ്റൻസ് യു ബിയും തമ്മിൽ ഡിസ്റ്റൻസ് കെ ആണെങ്കിലും ഒരു കെ ലെങ്ത്തുള്ളൊരു പാത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പാത്താണ് പി ബി എ യു ബിയും തമ്മിലുള്ളൊരു പാത്താണ് പേര് കൊടുക്കുക, പി എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കെ ലെങ്ത്തിലൊരു പാത്ത് എടുക്കുക. ആ പാത്തിൽ ലാസ്റ്റ് വെർട്ടക്സിന് തൊട്ട് മുന്നേ ഉള്ള വെർട്ടക്സാണ് ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു വരെയുള്ള ഡിസ്റ്റൻസ് k-1 ആയിരിക്കും. അതിൻ്റെ എൻ്റെ മീനിങ് ലെറ്റ് ഡബ്ല്യു ബി ദ വെർട്ടെക്സ് ഓൺ ദിസ് പാത്ത് കെ. ആ പാത്തിൽ ജസ്റ്റ് പ്രിസീഡ്സ് ബി, ലാസ്റ്റ് വെർട്ടക്സിന് തൊട്ട് മുന്നേ ഉള്ള വെർട്ടക്സാണ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു വരെ ഡിസ്റ്റൻസ് k-1 ആയിരിക്കും. കാരണം ലാസ്റ്റ് വരെ ഡിസ്റ്റൻസ് കെ ആണ്. അപ്പോൾ തൊട്ട് മുന്നേ ഉള്ളതാണ് ലാസ്റ്റ് വെർട്ടക്സ് തൊട്ട് മുന്നേ ഉള്ളതാണ് ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു വരെയുള്ള ഡിസ്റ്റൻസ് k-1 ആണ്. ദെൻ d(u)w യു മുതൽ ഡബ്ല്യു വരെ ഡിസ്റ്റൻസ് k-1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് അസ്യൂം ചെയ്തത് പ്രകാരം ആ രണ്ട് വെർട്ടിസിന് ശരിയാണ്, യുവും ഡബ്ല്യുവും ശരിയാണ്. അപ്പോൾ യുവും ഡബ്ല്യുവും തമ്മിൽ ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആയിട്ട് രണ്ട് പാത്ത് ഉണ്ടാവും. അത് P1 P2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് സിൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഡബ്ല്യു ഇസ് k-1 ദർ എക്സിസ്റ്റ് ടു ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് യു പാത്ത്. യുവും ഡബ്ല്യുവും തമ്മിലുള്ള പാത്ത് ഉണ്ടാവും. അതിന് P1 P2 എന്ന് പേര് കൊടുക്കാം. ഇനി കട്ട് വെർട്ടക്സ് ഗ്രാഫിലില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സിംഗിൾ വെർട്ടക്സ് അല്ല, അതിന് കട്ട് വെർട്ടക്സ് ആകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഡബ്ല്യു റിമൂവ് ചെയ്താലും ഗ്രാഫ് കണക്റ്റഡ് തന്നെയായിരിക്കും. ജിയിൽ നിന്ന് ഡബ്ല്യു റിമൂവ് ചെയ്താലും ഗ്രാഫ് കണക്റ്റഡ് തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഫിഗർ നോക്കാം. നമുക്കറിയാം യുവും ബിയും തമ്മിൽ ഡിസ്റ്റൻസ് കെ ഉള്ളൊരു പാത്തുണ്ട്. ആ പാത്തിനാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് കെ, അതിനാണ് നമ്മൾ യുവും ബിയും തമ്മിൽ ഇൻറ്റേർണൽ ഡിസ്ജോയിൻ്റ് പാത്തെന്ന് കാണിക്കണം. അപ്പോൾ ആ പാത്തിൽ തൊട്ട് മുന്നേ, ആ പാത്ത് ബിയിൽ അവസാനിക്കും, അതിന് തൊട്ട് മുന്നേ ഉള്ള വെർട്ടക്സാണ് ആ പാത്തിൽ ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു വരെ യു മുതൽ ഡബ്ല്യു വരെ ഡിസ്റ്റൻസ് k-1 ആയിരിക്കും. അപ്പോൾ ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് യുവും ഡബ്ല്യുവും തമ്മിൽ ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആയ രണ്ട് പാത്ത്, അതാണ് കാണിച്ചത്. ഒന്ന് P1 ഒന്ന് P2. അത് യുവും ഡബ്ല്യുവും തമ്മിൽ ഇൻറ്റേർണലായിട്ട് ഒരു ബന്ധമില്ല, അത് ഇൻറ്റേർണലായിട്ട് ടച്ച് ചെയ്യാത്ത രണ്ട് പാത്ത് ഉണ്ടാവും P1 P2. അത് ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് പ്രകാരം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഡബ്ല്യു k-1 ആയതുകൊണ്ട് ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് പ്രകാരം അങ്ങനെ രണ്ട് പാത്ത് ഉണ്ടാവും, P1 P2 ഉണ്ടാവും. ഓക്കെ. ഇനിയിപ്പോൾ അത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സിംഗിൾ വെർട്ടക്സാണ്. അതിന് ഒരിക്കലും കട്ട് വെർട്ടക്സ് ആകാൻ പറ്റില്ല. ഗ്രാഫിന് കട്ട് വെർട്ടക്സ് ഇല്ല. ഒരു വെർട്ടക്സ് കൊണ്ട് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റില്ല ഗ്രാഫിനെ. അപ്പോൾ ഡബ്ല്യു ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താലും ഗ്രാഫ് കണക്ട് ആയിരിക്കും. മനസ്സിലല്ലേ? ഡബ്ല്യു പോയാലും ഗ്രാഫ് കണക്ട് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇവിടുന്ന് പോയാൽ ഡബ്ല്യു പോയി, പക്ഷേ യുവും വിയും അതിൽ തന്നെ ഉണ്ടാവും. ഒരു വെർട്ടക്സ് അല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ യുവും വിയും എവിടെയുണ്ട്? G-W എന്ന് പറഞ്ഞ ഗ്രാഫിലുണ്ട്. അത് ഗ്രാഫ് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് യുവും വിയും തമ്മിൽ G-W കണക്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ ഡബ്ല്യു ഉണ്ടാവില്ല. ഡബ്ല്യുവിൽ പാസ് ചെയ്യാത്തൊരു കണക്ഷൻ ഉണ്ടാവും. അതാണ്. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്നത്. ക്യൂ എന്ന് പറഞ്ഞ ഒരു പാത്ത് എടുക്കുകയാണ്. യുവും ബിയും തമ്മിൽ ഡബ്ല്യുയുടെ പാസ് ചെയ്യില്ല, കാരണം ഡബ്ല്യു റിമൂവ് ചെയ്തു. ഡബ്ല്യു റിമൂവ് ചെയ്താലും ഗ്രാഫ് കണക്റ്റാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ യുവും ബിയും അതിലുണ്ട്. യുവും ബിയും തമ്മിൽ ഡബ്ല്യുവിൽ പാസ് ചെയ്യാത്ത, ഡബ്ല്യു ഇല്ലല്ലോ, ഒരു പാത്ത് ഉണ്ടാവും. അതിനാണ് നമ്മൾ ക്യൂ എന്ന് പേര് കൊടുത്തേണ്ടോ. ഇതാണ് ഈ പാത്ത് ക്യൂ. അപ്പോൾ P1 P2 എന്ന് പറഞ്ഞ രണ്ട് പാത്ത് യുവും ഡബ്ല്യുവും തമ്മിലുണ്ടായിരുന്നു.
ഡബ്ല്യു റിമൂവ് ചെയ്താലും ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവില്ല. പക്ഷേ ഡബ്ല്യു റിമൂവ് ചെയ്താലും യും വി എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഉണ്ടാവും ഗ്രാഫിൽ. ജി മൈനസ് ഡബ്ല്യുവിൽ യും വി ഉണ്ടാവും. അപ്പോൾ യും വിയും തമ്മിലൊരു പാത്ത് ഉണ്ടാവണം. ആ പാത്താണ് നമ്മൾ ക്യൂ നടക്കുന്നത്. ക്യൂ. ഇനി വീണ്ടും നമ്മൾ നോക്കുക, ഒറിജിനൽ ഗ്രാഫിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്യൂ എന്ന് പറഞ്ഞ പാത്തിൽ ഒരു എക്സ് എന്ന് പറഞ്ഞ വെർട്ടെക്സ് എടുക്കാൻ പറ്റും. ആ എക്സ് എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആ പാത്തിൽ എക്സ് മുതൽ ബാക്കിയുള്ള ആ പാത്തിൽ ക്യൂ എന്ന് പറഞ്ഞ പാത്തിൽ ബാക്കിയുള്ള ഭാഗത്ത് P1നും P2നും കോമൺ ആയിട്ട് വെർട്ടെക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ക്യൂ എന്ന് പറഞ്ഞ പാത്തിലെ ലാസ്റ്റ് വെർട്ടെക്സ് ആണ് എക്സ്. ദാറ്റ് ഈസ് എന്താണ് കോമൺ ടു P1 ആൻഡ് P2. കുറേ വെർട്ടെക്സ് ഉണ്ട് ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ P1 യൂണിയൻ P2 ഇത് രണ്ടും കൂടി നോക്കുക. അപ്പോൾ ഒരു വെർട്ടെക്സ് ഇതാ P1 യൂണിയൻ P2ലുണ്ട്, P2ലുണ്ട്, ഇവിടെ ഒന്നുണ്ട് കോമൺ ആയിട്ട് ക്യൂവിലുള്ള വെർട്ടെക്സ് ആണ്. ദാറ്റ് ഈസ് കോമൺ ടു P1 ആൻഡ് P2, P1 യൂണിയൻ P2. അങ്ങനെ ഇത് ലാസ്റ്റാണ് എക്സ് എന്ന് പറഞ്ഞ വെർട്ടെക്സ് ക്യൂവിലെ കോമൺ ടു P1 യൂണിയൻ P2 എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ആ പാത്തിൻ്റെ ക്യൂ എന്ന് പറഞ്ഞ പാത്തിലെ എക്സ് മുതൽ ബി വരെയുള്ള സെക്ഷനിൽ വേറൊരു വെർട്ടെക്സും ഇല്ല. കോമൺ ടു ഇതിന് കോമൺ ആയിട്ട് വേറെ വെർട്ടെക്സ് ഇല്ല. എക്സ് കഴിഞ്ഞാൽ പിന്നെ വേറെ കോമൺ ആയിട്ടില്ല എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എക്സ് ബി സെക്ഷൻ ഓഫ് ക്യൂ കണ്ടെയ്ൻസ് പിന്നെ ഓൺലി എക്സ് കോമൺ ടു P1 യൂണിയൻ P2. ഈ P1 യൂണിയൻ P2ൽ എക്സ് മാത്രമേ കോമൺ ആയിട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല കോമൺ ആയിട്ട്. അതിനർത്ഥം എക്സ് ബി സെക്ഷൻ ഓഫ് ക്യൂ ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ട്. അതിൽ എക്സ് മുതൽ ബി വരെയുള്ള ആ സെക്ഷനിൽ പിന്നെ എക്സ് അല്ലാതെ ഓൺലി എക്സ് മാത്രമേ ഈ P1 യൂണിയൻ P2ന് കോമൺ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു വെർട്ടെക്സ് എക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ എക്സ് P1 യൂണിയൻ P2 ഈ ഭാഗത്തല്ലേ, അതുകൊണ്ട് P1-ലാവാം P2-ലാവാം. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുക P1-ലാണ് അസ്യൂം ചെയ്യുക, ഇവിടെയാണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ യു എക്സ് ഉണ്ടാവും ഇവിടുന്ന് ഇവിടം വരെയുള്ള സെക്ഷൻ യു എക്സ് സെക്ഷൻ ഓഫ് P1. ഈ P1 ആണുള്ളത്. യു എക്സ് സെക്ഷൻ ഓഫ് P1 പ്ലസ് എക്സ് വി സെക്ഷൻ ഓഫ് ക്യൂ കണ്ടോ, എക്സ് വി സെക്ഷൻ ഓഫ് ക്യൂ. അപ്പോൾ ഇതായത് ഇത് മുതൽ യുവിൽ തുടങ്ങി ഇവിടുന്ന് ഇവിടെ വന്നു ഇങ്ങോട്ട് പോയി. അപ്പോൾ യു മുതൽ ബി വരെ ഒരു പാത്ത് കണ്ടോ, ഈ പാത്താണത്. യു എക്സ് സെക്ഷൻ ഓഫ് ഏതിൻ്റെ P1 പ്ലസ് എക്സ് വി സെക്ഷൻ ഓഫ് ക്യൂവിൻ്റെ എക്സ് ബി സെക്ഷൻ ഓഫ് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇതും ആഡ് ചെയ്യുക. അതൊരു യു ബി പാത്താണ് കണ്ടോ, യു ബി പാത്ത്. ഇനി വേറൊരു പാത്ത് നോക്കിയേ, അതെന്താണ് P2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എടുക്കുക പ്ലസ് ഡബ്ല്യു ബി. അവിടെ എങ്ങനെ ഒരു പാത്ത് പ്ലസ് ഡബ്ല്യു ബി. ഈ പറഞ്ഞ രണ്ട് പാത്ത് തമ്മിൽ ഇൻറ്റേർണലായിട്ട് ടച്ച് ചെയ്യുന്നില്ല കണ്ടോ. ഒന്ന് ഇതാണ് ആദ്യം പറഞ്ഞത്, പിന്നെ പറഞ്ഞത് P2 പ്ലസ് ഡബ്ല്യു ബി. ഇത് തമ്മിൽ ഇൻറ്റേർണലായിട്ട് ടച്ച് ചെയ്യില്ല, ഇൻറ്റേർണൽ ഡിസ്റ്റൻസിൻ്റെ പാത്ത്. അപ്പോൾ യുവും ബിയും തമ്മിലും ഇൻറ്റേർണൽ ഡിസ്റ്റൻസിൻ്റെ പാത്ത് ഉണ്ടാകുന്നതാണ് പ്രൂവ് ചെയ്തത്. അപ്പോൾ അതിനും പ്രൂവ് ചെയ്തു. യു ബി അറ്റ് എ ഡിസ്റ്റൻസ് കെ ഉള്ളതിനും പ്രൂവ് ചെയ്തു. K-1 അസ്യൂം ചെയ്തു. 1 പ്രൂവ് ചെയ്തു. ഡിസ്റ്റൻസ് 1 പ്രൂവ്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം ഏത് ഡിസ്റ്റൻസിലെ രണ്ട് വെർട്ടിസിനും ഇത് ശരിയാണ്. അല്ലെങ്കിൽ ഏത് രണ്ട് വെർട്ടിസ് തമ്മിലും ഇൻറ്റേർണൽ ഡിസ്റ്റൻസിൻ്റെ രണ്ട് പാത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് പാർട്ടാണ് പ്രൂവ് ചെയ്തത്. ഗ്രാഫ് ടു കണക്ട് ആണെങ്കിൽ ഗ്രാഫിലെ ഏത് രണ്ട് വെർട്ടിസ് തമ്മിലും ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള രണ്ട് പാത്ത് ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ഇപ്പം പ്രൂവ് ചെയ്തത്. ഓക്കെ. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യണം. അതായത് കോൺവേഴ്സ്ലി സപ്പോസ് എനി ടു വെർട്ടിസസ് ആർ കണക്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് ടു ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് പാത്ത്സ് എന്ന് വിചാരിക്കാം. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് ടു കണക്ട് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തായാലും ഗ്രാഫ് കണക്ട് ആയിരിക്കും, കാരണം ഏത് രണ്ട് വെർട്ടിസ് തമ്മിലും പാത്തുണ്ടല്ലോ. കോൺവേഴ്സ്ലി സപ്പോസ് എനി ടു വെർട്ടിസസ് ആർ കണക്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ രണ്ട് പാത്തുണ്ട്, ഇൻറ്റേർണൽ ഡിസ്റ്റൻസ് അല്ലാതെ എന്ന് പറഞ്ഞാൽ പാത്തുണ്ടല്ലോ. അപ്പോൾ ഏത് രണ്ട് വെർട്ടിസ് തമ്മിലും ഗ്രാഫിൽ പാത്തുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഗ്രാഫ് കണക്റ്റാണ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യും കട്ട് വെർട്ടസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. ഇഫ് ബി ഈസ് എ കട്ട് വെർട്ടസ്, ഒരു കട്ട് വെർട്ടസ് വന്നാൽ എന്ത് സംഭവിക്കും? അപ്പം നമുക്ക് മനസ്സിലാക്കും then there exists vertices u and w, right? Then there exists vertices u and w in G such that every uw path contains v. This implies every uw path intersects at v, a contradiction. അപ്പോൾ നമ്മൾ ഏത് രണ്ട് വെർട്ടിസ് തമ്മിൽ ഇൻറ്റേർണലി ഡിസ്റ്റൻസ് പാത്തുണ്ടെന്ന് പറഞ്ഞു, അസ്യൂം ചെയ്തു കോൺവേഴ്സ് ആയിട്ട്. പക്ഷെ ഇപ്പം കാണുന്നത് പിന്നെ ഏത് രണ്ട് വെർട്ടിസ് യു ഡബ്ല്യു എന്ന് പറഞ്ഞ രണ്ട് വെർട്ടിസ് നമ്മൾ കണ്ടു, അവ തമ്മിൽ
ഏത് പാത്ത് ഉണ്ടെങ്കിലും ദാറ്റ് പാസസ് ത്രൂ ബി, ആ പാത്തിൽ എന്തുണ്ടാവും, ബി ഉണ്ടാവും എന്നാണ് നമ്മൾ കാണുന്നത്. ബി ഉണ്ടാവും, കാരണം ബി കട്ട് വെർട്ടക്സ് ആണ് വിചാരിച്ചാൽ. ഓക്കെ, അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ വരും. കോൺവേഴ്സായിട്ട് നമ്മൾ അസ്യൂം ചെയ്തതിന് കോൺട്രഡിക്ഷൻ വരും. അതുകൊണ്ട് നമ്മൾ ഇതിൽ കട്ട് വെർട്ടക്സ് ഇല്ല എന്ന് അസ്യൂം ചെയ്യും. കട്ട് വെർട്ടക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടക്സും ഡിസ്കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കണക്ടിവിറ്റി ഏറ്റവും ചുരുങ്ങിയ 2 അല്ലേ. മിനിമം എത്ര വെർട്ടക്സ് റിമൂവ് ചെയ്യണം ഡിസ്കണക്ട് ചെയ്യാൻ, അതാണല്ലോ കണക്ടിവിറ്റി. അപ്പോൾ ഒരു വെർട്ടക്സ് കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, അല്ലെങ്കിൽ കാപ്പ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ, 2 കണക്റ്റഡ്, ഗ്രാഫ് 2 കണക്ട് ആയിരിക്കും. അപ്പോൾ ഇതാണ് കോൺവേഴ്സ്. കോൺവേഴ്സ് ശരിക്കും വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ പറയുന്നത് ഏത് 2 വെർട്ടിക്സ് തമ്മിലും ഇൻറ്റേർണലി ഡിസ്റ്റർബൻ്റ് ആയിട്ട് പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്താൽ അറ്റ്ലീസ്റ്റ് 2 പാത്ത്, ഏത് 2 വെർട്ടിക്സ് തമ്മിലും ഇൻറ്റേർണലി ഡിസ്റ്റർബൻ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് 2 പാത്ത് ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് 2 കണക്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺവേഴ്സായിട്ട് അസ്യൂം ചെയ്യുമ്പോൾ തന്നെ ഏത് 2 വെർട്ടിക്സ് തമ്മിൽ പാത്ത് ഉണ്ടല്ലോ, അപ്പോൾ ആ ഗ്രാഫ് കണക്റ്റായി. ഇനി നമ്മളതിൽ ഗ്രാഫിൽ കട്ട് വെർട്ടക്സ് ഇല്ല എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ കട്ട് വെർട്ടക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഗ്രാഫിൽ ഒരു കട്ട് വെർട്ടക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ബി ഒരു കട്ട് വെർട്ടക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും, ഇവിടെ കൊണ്ട് ഗ്രാഫ് 2 ഭാഗമാവും. ഇത് റിമൂവ് ചെയ്താൽ ഗ്രാഫ് 2 ഭാഗമാവും, ഏറ്റവും ചുരുങ്ങി 2 ഭാഗമായിട്ട് മാറും. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വെർട്ടക്സ് യുവും മറ്റേ ഭാഗത്തൊരു വെർട്ടക്സ് ഡബ്ല്യു ഉണ്ടാവും. അപ്പോൾ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഏത് പാത്തും യുന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഏത് പാത്തും ഇതിലൂടെയായിരിക്കും പാസ് ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ യുന്ന് ഡബ്ല്യൂയിലേക്ക് ഒരു പാത്ത് ഉണ്ടെന്ന് വെച്ചോ, ബിയിലൂടെ പാസ് ചെയ്യാതെ, അങ്ങനെയാണെങ്കിൽ ബി റിമൂവ് ചെയ്താൽ ഈ പാത്ത് ഇവിടെ ഉണ്ടാവില്ലേ. ബി റിമൂവ് ചെയ്താൽ ബിയും അതിനോട് ഇൻസിഡൻ്റ് ആവുന്ന എഡ്ജസല്ലേ പോവും. അപ്പോൾ വേറെ ഏതൊരു യുവും ഡബ്ല്യു വേറൊരു പാത്ത് ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ബി റിമൂവ് ചെയ്താലും പ്രശ്നമില്ല, ഈ പാത്ത് കൊണ്ട് കണക്ട് ചെയ്ത് നിൽക്കൂലേ ഈ 2 ഭാഗങ്ങളും. അതുകൊണ്ട് ബി കട്ട് വെർട്ടക്സ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാഫിൽ 2 വെർട്ടിക്സ് ഉണ്ടാവും, ഒരു യുവും വിയും ഡബ്ല്യു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യുന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഏത് പാത്ത് എടുത്താലും അത് ബിയിലൂടെ പാസ് ചെയ്തിരിക്കണം. ബി കട്ട് വെർട്ടക്സ് ആണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ യുവും ഡബ്ല്യു തമ്മിലുള്ള ഇൻറ്റേർണൽ ഡിസ്റ്റർബൻ്റ് ആയിട്ട് പാത്തില്ല എന്നാണ്. ഏത് പാത്ത് എടുത്താലും അത് ജോയിൻ്റ് അറ്റ് ബി ആയി ബിയിലൂടെ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ കോൺവേഴ്സായിട്ട് അസ്യൂം ചെയ്തതിന് കോൺട്രഡിക്ഷൻ. അപ്പോൾ നമ്മൾ ബി കട്ട് വെർട്ടക്സ് ആവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കട്ട് വെർട്ടക്സ് ആണെങ്കിൽ ഈ പ്രശ്നം. അപ്പം ഒരു കട്ട് വെർട്ടക്സ് ഇല്ല, ഗ്രാഫിൽ ഒരു കട്ട് വെർട്ടക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ മിനിമം 2 വെർട്ടക്സ് റിമൂവ് ചെയ്യണം, ഒരു വെർട്ടക്സ് കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഗ്രാഫിൻ്റെ കണക്ടിവിറ്റി കാപ്പ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇതിൻ്റെ മീനിങ് എന്താ, ഈ ഡെഫിനിഷൻ പ്രകാരം ഗ്രാഫ് 2 കണക്ട് ആണ്, 2 കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് കോൺവേഴ്സ് അസംഷൻ. ഓക്കെ, താങ്ക് യു.